ഒരുമിച്ച് നമുക്ക് ആ വേദഭാഗം വായിക്കാം. ഫിലിപ്പിയർക്ക് ലേഖനം 4 അധ്യായം 19 വാക്യം ചേർന്ന് വായിക്കാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം നിന്നെ തള്ളിക്കളയുമെന്നല്ല പറഞ്ഞത്. ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും ഇല്ലായ്മകളും വരുമ്പോൾ നിന്നെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമെന്നല്ല പറഞ്ഞത്. തൻ്റെ മഹത്വത്തോടെ സ്വത്രം നിന്റെ ബുദ്ധിമുട്ടൊക്കെയും എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം സർവശക്തനായ ദൈവം നിന്റെ ബുദ്ധിമുട്ട് മാറ്റി നിന്നെ സമൂഹത്തിൽ മാനിച്ച് ഉയർത്തുമെന്നാണ് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നത്. അങ്ങനെങ്കിൽ നിന്നെ വിളിച്ച ദൈവം നിന്നെ വഴിയിലിട്ടച്ച് പോകത്തില്ലെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിച്ച് നടക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിച്ച് നടക്കുന്ന നീ പ്രാർത്ഥിച്ചാൽ സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി നിന്റെ അരികത്ത് അവൻ എത്തിച്ചേരും. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് നാം വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്: ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്ന ഇങ്ങനെയാണ്: നിന്റെ ദൈവം ഇവിടെ പറയുന്നത് എൻ്റെ ദൈവം. ഇന്ന് രാത്രികാലം എനിക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയും, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നും നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാമെന്നും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം തരാമെന്നും നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരാമെന്നും പറഞ്ഞു നിങ്ങളെ വിളിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി ദൈവത്തിലും ദൈവവചനത്തിലും ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എൻ്റെ കർത്താവ് മാറ്റിത്തരുമ്പോൾ ലോകം പറയും, അവൻ യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാ, അവൻ യേശുവിനെ ആരാധിച്ചത് കൊണ്ടാ, യേശുവിൻ്റെ വചനം അനുസരിച്ചത് കൊണ്ടാണ് അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നതെന്ന് ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 26 മുതൽ 30 വരെ വായിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സ്വത്രം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്വത്രം ലോകത്തിലേക്ക് നോക്കിയവൻ ലോകത്തിൽ താഴ്ച പ്രാപിച്ചു. സ്വത്രം ലോകത്തിൽ താണുപോയി. എന്നാൽ താണുപോയ സമയം അവൻ ദൈവത്തിലേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ സ്വർഗം അവനെ കരം പിടിച്ചുയർത്തിയെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സ്വത്രം. ഒന്ന് വായിക്കെങ്കിൽ വായിച്ചേ. മത്തായി സുവിശേഷം 14 അധ്യായം 26 മുതൽ. സ്വത്രം. നോക്ക്, വിശ്വാസത്തോടെ യേശു പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് സ്വത്രം അവൻ കടലിന് മീതെ പടകിൽ നിന്ന് ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. ആര്? പത്രോസ്. സ്വത്രം. നോക്ക്, പത്രോസ് കടലിൽ മീതെ യേശു നടന്നു വരുന്ന കണ്ടിട്ട് അവന് ഒരാഗ്രഹം അതുപോലെ ഒന്ന് നടക്കണമെന്ന്. ഈ നല്ല രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് നൽകിത്തരുമെന്ന് പറഞ്ഞ കർത്താവ് നോക്ക് പത്രോസിൻ്റെ ആഗ്രഹത്തെ ഒട്ടും കുറയ്ക്കാതെ പത്രോസിനോട് പറയുക, പത്രോസേ, കടലിൽ മീതെ നീയും ഇറങ്ങി നടന്നു വാ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, ഒരു പക്ഷേ നീ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ പത്രോസ് നോക്കിയതുപോലെ കടലിൻ്റെ ആഴിയുടെ അഗാധങ്ങളിൽ താണു പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ മധ്യത്തിൽ നീ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. രോഗം കടന്നു പിടിച്ച് നിന്റെ ജീവിതം തകർന്നുവെന്ന് നിനക്ക് തോന്നാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കടബാധ്യത വന്ന് നീ തോറ്റു
തോറ്റുപോകുമെന്ന് നിനക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് നീ പലപ്പോഴും തോറ്റുപോകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യതകളൊന്നും നീ നോക്കാതെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറച്ചുകൊണ്ട് അവങ്കലേക്ക് നോക്കിയാൽ നിന്റെ മുഖം വാടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. എന്നാൽ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, നാം പലപ്പോഴും നോക്കുന്നത് ലോകത്തെയാ. എന്നാൽ ലോകത്തെ നോക്കിയാൽ നീ ആദ്യമൊക്കെ വെളിച്ചം കാണും, പിന്നത്തേതിൽ നിന്റെ യാത്ര ഇരുട്ടിലേക്കായിരിക്കും. അത് പിശാചിൻ്റെ പദ്ധതിയാ. പിശാചിന് നിന്നോട് ഒരു വലിയ പരാതിയുണ്ട്. കാരണം എന്തെന്നറിയാൽ, ഇന്നലെ വരെ നീ അവൻ്റെ കൂട്ടാളിയായിരുന്നു. എന്നാൽ എപ്പോൾ നീ യേശുവിനെ അറിഞ്ഞോ, എപ്പോൾ നീ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തുടങ്ങിയോ, എപ്പോൾ ഈ വചനം കേൾക്കാൻ തുടങ്ങിയോ, ആ സമയം മുതൽ നീ ആ പിശാചിൻ്റെ സന്നിധി വിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന നിമിഷം മുതൽ അവന് നിന്നോട് വൈരാഗ്യമാ, നിന്നോട് ദേഷ്യമാ. ഏത് തരത്തിലും യേശുവിനെ തള്ളിപ്പറയണം, ഏത് തരത്തിലും പിശാചിൻ്റെ കൂട്ടാളിയെ മാറണം. ഒരിക്കലും നീ ദൈവത്തെ സ്തുതിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഈ പിശാചെന്ന് പറഞ്ഞ ലൂസിഫർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നതാ. അവൻ്റെ സ്തുതിയും ആരാധനയും സ്വർഗത്തിലായിരുന്നു. ആ സ്വർഗത്തിൽ നിന്ന്, ആ സന്തോഷകരമായ അവസ്ഥയിൽ നിന്ന് അവനെ വെട്ടി താഴെയിട്ടത് കൊണ്ട് ദൈവത്തോടും ദൈവം സൃഷ്ടിച്ച മനുഷ്യനോടും അവന് വ്യക്ത വൈരാഗ്യമായി. ഇനി ഒരിക്കൽ പോലും സ്വർഗത്തിലൊരു ആരാധന ഉയരരുത്, സ്വർഗത്തിൽ ഒരു സന്തോഷമുണ്ടാകരുതെന്ന് പിശാച് ആഗ്രഹിച്ചിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ ഏതു വിധത്തിൽ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി അവൻ ഊടാടി സഞ്ചരിച്ചു വന്ന് നിന്നെ നോക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടാൽ അവൻ ഇഷ്ടപ്പെടത്തില്ല. നീ മദ്യപിച്ച് മതോന്മത്തനായി കഞ്ചാവിനും ചരസിനും പെതടിനുമൊക്കെ നീ അടിമയായി തീർന്നാൽ അവന് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ആ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് എപ്പോൾ നീ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങുമോ, എപ്പോൾ ഈ വിശുദ്ധ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നീ കടന്നു പോകുമോ, അപ്പോൾ നിനക്കെതിരെ അവൻ എഴുന്നേറ്റു വരും. സ്വത്രം. ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞാൽ അവൻ എഴുന്നേൽക്കത്തില്ല. സ്വത്രം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേൽക്കത്തില്ല. പക്ഷേ ക്രിസ്തുവിനെ ആത്മാവിന് സത്യത്തിലും ആരാധിച്ചാൽ അവൻ നിനക്കെതിരെ, നിന്റെ കൂട്ടാളിക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങളെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ വീടിനെതിരെ അവൻ എഴുന്നേറ്റ് വാടകോരു. സ്വത്രം. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, അത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് സ്വത്രം പത്രോസിനോട് യേശു കർത്താവ് പറയുന്നു, പത്രോസേ, പലവട്ടം നിന്നെ പാറ്റിക്കളയേണ്ടതിന്, എൻ്റെ സന്നി നിന്നെ അകറ്റിക്കൊണ്ട് പോകേണ്ടതിന്, നിന്നെ തള്ളിയിടേണ്ടതിന് പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. എന്നാൽ നീ വീണു പോകാതെ ഞാൻ എൻ്റെ ഉള്ളം കരത്തിൽ നിന്നെ വഹിച്ചത് കൊണ്ടാണ് മോനെ നീ ഇന്ന് നിലനിൽക്കുന്നത്. നോക്ക, ഈ രാത്രികാലം കടലിന്മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസിന്റെ ആഗ്രഹം, സ്വത്രം, യേശു നടക്കുന്നത് പോലെ തനിക്കും ഒന്ന് നടക്കണമെന്ന്. പത്രോസിനോട് യേശു പറഞ്ഞു, മോനെ പറ്റത്തില്ലെന്നല്ല പറഞ്ഞത്, സ്വത്രം, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, ഇറങ്ങി വാ. സ്വത്രം. നോക്ക്, യേശു പറയുന്നത് കേട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് ആര് ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവരാരും വഴിയിൽ വീണ് തകർന്നു പോയ ചരിത്രം ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. സ്വത്രം. എന്നാൽ ദൈവത്തെ നോക്കിയിട്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ട്, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചിട്ട് ലോകത്തിലേക്ക് നോക്കിയാൽ നീ ദൈവിക നന്മയും പ്രാപിക്കത്തില്ല. സ്വത്രം. ലോകത്തിൻ്റെ നന്മ അനുഭവിക്കാനും പറ്റത്തില്ല. കാരണം അത് നിന്നെ ശാപത്തിൽ കൊണ്ടെത്തിക്കും. ലോകം നിന്നെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടും. രോഗം നിന്നെ കടന്നു പിടിച്ച് ഒടുവിൽ നിന്നെ നാവിൽ നിന്ന് ദൈവത്തെ ദുഷിക്കുമാറാക്കുന്ന പരിപാടി പിശാച് നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അതുകൊണ്ട് വ്യക്തമായി ഇന്ന് രാത്രികാലം പറയട്ടെ, പാട്ടുകാരൻ പറഞ്ഞതിങ്ങനെ, എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സന്തോഷമായി യാത്ര ചെയ്യും, അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല. ആ പാടിയ പാട്ടുകാരൻ്റെ ജീവിതാനുഭവത്തിൽ ദൈവം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാടിയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, രോഗം കടന്നു വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ നീ മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. ആശ്രയിച്ചാൽ മാത്രം പോരാ, നീ ആഗ്രഹിക്കുന്ന ലഭിക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് രാത്രികാലം വ്യക്തമായി എനിക്ക് പറയുവാനുള്ളത്, ലോക മനുഷ്യന് തരാൻ കഴിയാത്ത സമാധാനം, ലോക മനുഷ്യന് തരാൻ കഴിയാത്ത സൗഖ്യം, ലോക മനുഷ്യന് തരാൻ കഴിയാത്ത സാമ്പത്തികം, ലോക മനുഷ്യന് തരാൻ കഴിയാത്ത കുടുംബം, ലോക മനുഷ്യന് തരാൻ കഴിയാത്ത
ഇല്ലാത്ത സൗഹൃദ ബന്ധങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് തരാൻ കഴിയും. അവരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നത് ലോക സ്നേഹത്തിലായിരിക്കത്തില്ല, ക്രിസ്തു എന്ന സ്നേഹത്തില എന്ന് പറഞ്ഞ ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നെ ചേർത്ത് പിടിക്കും. നീ ഒരിക്കലും ലോകത്തിന് മുമ്പിൽ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ, കടലിന് മീതെ നടന്നു വരുന്ന പത്രോസ് സ്വത്രം നോക്കിയത് യേശുവിനെയാ. അതുകൊണ്ട് പത്രോസ് സന്തോഷത്തോടെ ആ കടലിന് മീതെ നടക്കാൻ തുടങ്ങി. എന്നാൽ നോട്ടം യേശുവിൽ നിന്ന് മാറി ആ കടലിലെ തിരമാലകളെ, സ്വത്രം ആ കടലിൻ്റെ ആഴത്തെ, സ്വത്രം ആ കടലിൻ്റെ അവസ്ഥയെ ഒക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഒരു നിമിഷം നോട്ടം മാറ്റി കടൽ വെള്ളത്തിലേക്ക് അവൻ നോക്കി. ഇന്ന് രാത്രികാലം പറയട്ടെ, നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും, നിൻ്റെ മുമ്പിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ടാകും, ഒരുപാട് പേര് നിന്നെ പിന്തിരിപ്പൻ കടന്നു വരും. എന്നാൽ നീ അറിയേണ്ട ഒരു സത്യമുണ്ട് കുഞ്ഞെ, ആരുമില്ലാതെ ഇരുന്നപ്പോൾ, നീ തനിച്ചായപ്പോൾ, ലോകം ഒരുമിച്ച് നിന്നെ വിടക്കണ്ണിയപ്പോൾ, നീ രോഗത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നപ്പോൾ, സാമ്പത്തിക തകർച്ച നിന്നിൽ കടന്നു വന്നപ്പോൾ, ഈ പറയപ്പെടുന്ന കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും പള്ളിക്കാരും പട്ടക്കാരും ഒന്നും നിനക്കുണ്ടായില്ല. അന്ന് നിന്റെ മുമ്പിൽ ആത്മഹത്യയും നിന്റെ മുമ്പിൽ കണ്ണുനീരും മാത്രമായിരുന്നു. ആ കണ്ണുനീരിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് ആത്മഹത്യ നിന്നെ രക്ഷിച്ച് നിത്യജീവനിലേക്ക് നിന്നെ കൊണ്ടുവന്ന യേശു മാത്രമേ അന്ത്യത്തോളം നിന്റെ കൂടെ നിൽക്കത്തോളം എന്ന് വിശ്വസിച്ചിട്ട് നീ യേശുവിന് മഹത്വം കൊടുക്ക്. പത്രോസിന്റെ നോട്ടം മാറി, അവൻ വെള്ളത്തിൽ താണുപോയി. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവ പൈതലേ, നീ നോക്കിയത് ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുമാണെങ്കിൽ അവൻ പറഞ്ഞ വാഗ്ദത്തം എൻ്റെ ദൈവം നിവർത്തിക്കും. എന്താ പറഞ്ഞ വാഗ്ദത്തം? നിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെ ആയാലും, അത് നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയമാണോ, സ്വത്രം നിൻ്റെ സാമ്പത്തിക വിഷയമാണോ, അത് നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയമാണോ, നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ വിഷയമാണോ, അതോ നിൻ്റെ ഭവനത്തിൻ്റെ വിഷയമാണോ, നിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണോ, അതിന് പരിഹാരം തരാമെന്ന് പറഞ്ഞവൻ എൻ്റെ യേശു കർത്താവാണെങ്കിൽ എൻ്റെ കർത്താവ് അത് തരാതെ നിന്നെ ഒരിക്കലും മടക്കി അയക്കത്തില്ല. സ്തോത്രം. സകലതും വിട്ടേച്ച് ഇറങ്ങി വാ അബ്രഹാമേ എന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചപ്പോൾ അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഒരനുഗ്രഹം എനിക്ക് തരാമെന്നാ പറഞ്ഞത്. സ്വത്രം. ഞാനൊരു അനുഗ്രഹമാകുമെന്നാ പറഞ്ഞത്. സ്വത്രം. അത് കേട്ട അബ്രഹാം ഒരിക്കലും പുറകോട്ട് നോക്കിയില്ല. സ്വത്രം. അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട വഴിക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഇറങ്ങി. പക്ഷേ ഇറങ്ങി വന്ന വഴിയിൽ പ്രതികൂലങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി അവനെ കടന്നു പിടിച്ചപ്പോൾ അവൻ്റെ നോട്ടം ലോകത്തിലായിരുന്നില്ല. സ്വത്രം. ലോകത്തിലെ സമ്പത്തിലായിരുന്നില്ല. അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് അവന് നീതിയായി സ്വർഗം കണക്കിട്ടു. കടലിനകത്ത് നിൽക്കുന്ന പത്രോസ് യേശുവിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോൾ അവൻ വെള്ളത്തിൽ താണു. സ്വത്രം. നോക്ക്, അവൻ വെള്ളത്തിലേക്ക് താഴുമ്പോൾ അവൻ്റെ നോട്ടം കടലിലോട്ടായിരുന്നില്ല. സ്വത്രം. തിരമാലയിലായിരുന്നില്ല. ആഴിയുടെ ചിന്തകൾ, അവൻ്റെ ആഴിയുടെ അഗാധങ്ങൾ ആയിരുന്നില്ല. പിന്നെയോ അവൻ ദൈവത്തെങ്കിലേക്ക് നോക്കി. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നിങ്ങനെ, അവങ്കിലേക്ക് നോക്കർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു എന്ന്. നോക്ക്, പത്രോസ് കടലിൽ താഴുകയാൽ സ്വത്രം പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സ്വത്രം. നോക്ക്, സ്വർഗം പത്രോസിനെ കൈക്ക് പിടിച്ചുയർത്തി. സ്വത്രം. വ്യക്തമായി പറയുന്നു. സ്വത്രം. നോക്ക്, അവൻ കാറ്റ് കണ്ട് പേടിച്ചു, അവൻ തിര കണ്ട് പേടിച്ചു, അവൻ വെള്ളം കണ്ട് പേടിച്ചു, കടലിൻ്റെ ആഴം കണ്ട് പേടിച്ചു, ചുറ്റുപാടുകൾ കണ്ട് പേടിച്ചു. കുഞ്ഞെ, നോട്ടം ദൈവത്തിൽ നിന്ന് മാറ്റിയാൽ നീ ഭയപ്പെടും. സ്വത്രം. ദൈവത്തിൻ്റെ ആലോചന മറുതലിച്ച് പോയാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാപിച്ചെടുപ്പാൻ കഴിയത്തില്ല. ഒരു പക്ഷേ സ്നേഹിതർ പറയും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. ഒരു പക്ഷേ കൂടപ്പിറപ്പുകൾ പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. സ്വത്രം. നാട്ടുകാർ പറയും, നീ ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന്. ഇല്ല കുഞ്ഞെ, നിൻ്റെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിൻ്റെ കൂടെ ആളുണ്ടാകും. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആരും കാണത്തില്ലെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഇതുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ നീ ദൈവത്തിന് മഹത്വം
കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മുന്നേറാൻ കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതയാത്രയിൽ നീ ഒരു ദേശത്തും തലകുനിച്ച് നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മാത്രമല്ല, നിൻ്റെ തലമുറയും തല ഉയരും, നിൻ്റെ കൂട്ടാളിയുടെ തല ഉയരും. നീ ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും. സ്വത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, എല്ലാ നിലയിലും സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നിട്ടും സ്വത്രം. നോക്ക്, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം എടുത്ത് പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും, എല്ലാ നിലയിലും സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നിട്ടും സന്തോഷിപ്പാൻ കഴിയാതെ പോയ ഒരു നയമാൻ. സ്തോത്രം. കഴിവില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, സ്ഥാനമാനങ്ങളില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അവന് സന്തോഷിപ്പാൻ കഴിയാതെ പോയത് അവനെല്ലാം ഉണ്ടായിട്ടും സ്വത്രം പൊതുജനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുവാൻ അവന് കഴിയാത്തവണ്ണം ഒരു രോഗം അവനെ കടന്നു പിടിച്ചിരുന്നു. സ്തോത്രം. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, സകലതും ഉണ്ടായിട്ട് സ്വത്രം നാളെ ഇനി ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമെന്ന് പറഞ്ഞ ഒരു ധനവാനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വത്രം. അവനും ആഗ്രഹിച്ചതാണ്. സ്വത്രം. എൻ്റെ വിളവ് എൻ്റെ വയലിലെ വിളവ് നന്നായി വിളഞ്ഞിരിക്കുന്നു. അവൻ കളപ്പുരയിൽ നോക്കിയപ്പോൾ വിളവ് കൂട്ടിവെക്കുവാൻ അവന് കഴിയാതെ വണ്ണം അധികം വിളവുണ്ട്. അവൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുര ഇടിച്ച് പൊളിക്കും, എന്നിട്ട് വിശാലമായി പണിയും, അതിനകത്ത് ഞാൻ എൻ്റെ വിളവെല്ലാം കൂട്ടിവെക്കും. ഏറിയ കാലം ഞാൻ സന്തോഷത്തോടെ ആരെയും ആശ്രയിക്കാതെ കഴിയേണ്ടതിന് എൻ്റെ വിളവ് ഞാൻ കൂട്ടിവെക്കും. സ്വത്രം. ഈ നല്ല രാത്രിയിൽ പറയട്ടെ, നല്ല കാര്യമാ. കളപ്പുര പൊളിക്കുന്നതും പണിയുന്നതും നല്ല കാര്യമാ. കൂട്ടിവെക്കുന്നതും നല്ല കാര്യമാ. ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നതും നല്ല കാര്യമാ. പക്ഷേ എന്നാൽ ജീവിക്കാൻ തിന്നാനുള്ള ഭാഗ്യം നിനക്കില്ലെങ്കിൽ ഈ കൂട്ടിവെച്ചത് ആരനുഭവിക്കും? സ്വത്രം. സർവശക്തനായ ദൈവം ആ ധനവാനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇന്ന് രാത്രികാലം നിന്നോടും എന്നോടും ചോദിക്കുക. നീ വെള്ളം കുടിക്കാതെ, നീ ഉണ്ണാതെ, ഉറങ്ങാതെ, സ്വത്രം വിശ്രമമില്ലാതെ നീ ഓടി നേടി കൂട്ടിവെക്കുന്നത് തിന്നാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ കുഞ്ഞെ, പിന്നെ നിന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥം? ഇന്ന് രാത്രികാലം പറയട്ടെ, ധനം സമ്പാദിക്കുന്നത് തെറ്റല്ല, വീട് വയ്ക്കുന്നത് തെറ്റല്ല, കാറ് വാങ്ങിക്കുന്നത് തെറ്റല്ല, സ്വത്രം ജീവിത സൗഭാഗ്യങ്ങൾ നേടുന്നത് ഒന്നും തെറ്റല്ല. പക്ഷെ അത് അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യം വേണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കണം. ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ സൂക്ഷിപ്പും കാവലും പരിപാലനവും നിന്നോട് കൂടെ ഇരിക്കണം. ഇല്ലെങ്കിൽ സ്വത്രം ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ഏതെല്ലാം പോമറേനും പട്ടിയെ കാവലാക്കി വെച്ചാലും, ഏതെല്ലാം ക്യാമറ നിനക്ക് കാവലായി നിന്നാലും, ഏതെല്ലാം സെക്യൂരിറ്റി നിനക്ക് കാവലായി നിന്നാലും, സെൻട്രൽ ജയിൽ പോലെ മതിൽ കെട്ടി പൊക്കിയാലും അതിനകത്തും രോഗവും മരണവും കടന്നു വരും. നിന്റെ സ്വസ്ഥത അതിനകത്ത് നഷ്ടപ്പെടും. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നമ്മുടെ അപ്പച്ചന്മാരെ ഒന്ന് പഠിക്കണം, നമ്മുടെ പഴയ കാലം ഒന്ന് പഠിക്കണം. സ്വത്രം. അന്നുള്ളവർക്ക് അതിരില്ലായിരുന്നു. സ്വത്രം. എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ സ്നേഹത്തോടെ ജീവിച്ചിരുന്നു. സ്വത്രം. ഇന്നെല്ലാവരും കരത്തിൽ അന്ന് പട്ടിണിയും ദാരിദ്ര്യവും കൂടപ്പറപ്പുമായിരുന്നു. എന്നാൽ ഇന്നോ ധാരാളം സമ്പത്ത് വർദ്ധിച്ചു. സ്വത്രം. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ബന്ധങ്ങൾക്ക് അകൽച്ചയുണ്ടായി. കുടുംബ ബന്ധങ്ങൾ തങ്ങളി തല്ലിപ്പിരിഞ്ഞു. എന്നാൽ പറയട്ടെ, ഇതാര് കൊണ്ടുവരുന്നതാണെന്നറിയാമോ? ലോകം. നമ്മൾ പറയും, ഓ വല്ലാത്ത ലോകം, ഈ വല്ലാത്ത ലോകത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അല്ല കുഞ്ഞെ, നീ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് പിശാച് ഒരിക്കലും നീ ദൈവത്തിൻ്റെ അടുക്കൽ നീ ചെല്ലരുതെന്ന് പറഞ്ഞ് നിന്നോട് പോരാടി, നിന്നോട് വാദിച്ച് ലോകത്തിലേക്ക് നിന്നെ വലിച്ചിഴച്ചുകൊണ്ട് പോകുകയാ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും സ്വത്രം. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ, അല്ലയോ ധനവാനെ, നീ കൂട്ടിവെച്ചത് ആരനുഭവിക്കുമെന്ന് ചോദിച്ച നിമിഷം അവന് മനസ്സിലായി, ഞാൻ കൂട്ടിവെച്ചത് എനിക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വ്യാപരിച്ചേ മതിയാകൂ. ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ നിന്നേ മതിയാകൂ. ദൈവം എൻ്റെ കൂടെ ചാരെ ഉണ്ടെങ്കിലേ എനിക്കതിന് കഴിയത്തുള്ളൂ. അവൻ സ്വയം തന്നെ തിരുത്തുവാൻ ശ്രമിച്ചെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, നയമാൻ എല്ലാ നിലയിലും അംഗീകരിക്കപ്പെട്ട
രക്ഷിക്കപ്പെട്ടവനെങ്കിലും പൊതുജനത്തിൻ്റെ മധ്യത്തിൽ നിൽപ്പാൻ കഴിയാത്ത രോഗം അവനെ കടന്നു പിടിച്ചു. ആരാലും അവനെ സൗഖ്യമാക്കാൻ കഴിയാതെ സ്വന്തം ഭാര്യ സ്നേഹിക്കുന്നെങ്കിലും അവൻ്റെ അടുത്ത് ചെല്ലാൻ മടിച്ചു. രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നയമാൻ മടിച്ചു. പ്രജകളുടെ അടുക്കൽ ചെല്ലുവാൻ അവൻ മടിച്ചു. കാരണം അവനിൽ വ്യാപരിച്ചിരിക്കുന്ന കുഷ്ഠരോഗം ലോകം വെറുക്കുന്നതാ, സമൂഹം വെറുക്കുന്നതാ, പട്ടണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാ. പക്ഷേ അവൻ്റെ അധികാര പദവി അവനെ അവിടെ നിർത്തിയെങ്കിലും അവന് സ്വസ്ഥതയുണ്ടായില്ല. ഈ നല്ല രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ. സ്വസ്ഥത ഉണ്ടാവണമോ? ദൈവത്തെ മുറുകെ പിടിക്കണം. വലിയ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ. നിനക്ക് സമാധാനം ഉണ്ടാകണോ? ദൈവത്തിന് വചനം പറയുന്ന അനുസരിച്ച് ജീവിക്കണം കുഞ്ഞെ. ജീവിത സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും നിനക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പറ്റിയ പരാജയമാണ് തിരിച്ചറിഞ്ഞിട്ട് കർത്താവെ തെറ്റിപ്പോയി പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവ മുമ്പിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാനിടയായി തീർന്നാൽ നീ അധ്വാനിച്ച അധ്വാന ഫലം നിനക്ക് തിന്നാൻ ഭാഗ്യം ലഭിക്കും. കുഞ്ഞെ, പട്ടിണി കിടന്ന് വാരി കൂട്ടിയിട്ട് അത് നിനക്ക് തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ അത് നാട്ടുകാരും പോമറേനേയും പട്ടിയും കണ്ടവരും കൊണ്ടുപോയി തിന്നും. നിൻ്റെ മക്കൾക്ക് പോലും അത് തിന്നാൻ ഭാഗ്യമുണ്ടാവത്തില്ല. അതുകൊണ്ട് തരുന്ന ദൈവത്തിന്, നടത്തിയ ദൈവത്തിന്, കരുതിയ ദൈവത്തിന്, ഇവിടുത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് നീ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ നീ എങ്ങും കുറഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. തകർന്ന് നിരാശപ്പെട്ട് മനം കലങ്ങി എല്ലാം മാറ്റിവെച്ചിട്ട് മാറിയിരുന്ന് വിങ്ങിപ്പൊട്ടുമ്പോൾ അവൻ്റെ തേങ്ങലുകൾ കാണുവാൻ ആരുമുണ്ടായില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന സ്വത്രം അടിമ പെങ്കൊച്ച് കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലയോ യജമാനനെ, ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുക്കൽ നീ പോയാൽ നിനക്ക് സൗഖ്യം വരും. സ്വത്രം ഒരു കണ്ണിനും ദയ തോന്നാതെ രോഗം ബാധിച്ചവനായി, മനസ്സ് തകർന്നവനായി, സ്വത്രം ജീവിതത്തിൽ ഇനി ഒരിക്കലും പൊതുജന മധ്യത്തിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് തേങ്ങി തേങ്ങി ഭവനത്തിനകത്തിരുന്ന് കരയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ പറയുകയാ, നിന്റെ തേങ്ങലുകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. അതുകൊണ്ട് നീ അവന്റെ സന്നിധി വിട്ട് പോകാതെ അവന്റെ അടുക്കലേക്ക് ചെന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. സൗഖ്യം വരുമെന്ന് ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ. മനുഷ്യർ പലപ്പോഴും നിന്റെ ഹൃദയത്തിന് വേദന കണ്ടെന്ന് വരത്തില്ല. മനുഷ്യർ പലപ്പോഴും നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ കണ്ണുരുടിക്കാൻ വന്നെന്ന് വരത്തില്ല. പക്ഷെ സ്വർഗ്ഗം ഇറങ്ങി വരും. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്കു കുഞ്ഞെ. ആരും നിന്നെ സഹായിക്കാൻ വന്നില്ലെങ്കിലും എൻ്റെ യേശു അപ്പൻ തക്ക സമയത്ത് ഇറങ്ങി വന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരും. എന്നിട്ട് സങ്കീർത്തനം 91:10-11 പറയുന്നത് ഇങ്ങനെയാണ്: സ്വത്രം നിന്നെ കാക്കുവാൻ അവൻ സ്വർഗീയ ദൂതഗണത്തെ ആക്കുമെന്ന്. സ്വത്രം നയമാന്റെ കണ്ണുനീരിന് മറുപടിയായതൊരു പ്രാർത്ഥിക്കുന്ന ഒരു യഹൂദ പെങ്കൊച്ചാണെങ്കിൽ സ്വത്രം ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സകല ജ്ഞാനവും സകല വിവേകവും സകല ദൈവസാന്നിധ്യവും അനുഭവിച്ച സ്വത്രം ശലോമോൻ തോറ്റുപോയി. സ്വത്രം ലോകത്തിൽ ജ്ഞാനികെന്ന് വിശേഷിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശലോമോനാണ്. സ്വത്രം അങ്ങനെയാണെങ്കിൽ ആ ശലോമോൻ തോറ്റുപോയത് എവിടെയാണെന്നറിയാമോ? തൻ്റെ മഹിമയുടെ മാഹാത്മ്യത്തിൻ്റെ പ്രൗഢിയൊക്കെ താൻ കാണിച്ച് ലോകത്തിൽ ഉന്നതനായി മാറി. പക്ഷെ അവൻ തോറ്റത് ദൈവത്തിൻ്റെ മുൻപിലാണ്. സ്വത്രം ദൈവകൃപ അവന് നഷ്ടപ്പെട്ടു. തൻ്റെ അപ്പൻ്റെ ദൈവം തന്നെ കൈവിട്ടു. സ്വത്രം ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ കുഞ്ഞെ, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും, സ്വത്രം ഒരു നിമിഷമേ ജീവിച്ചുള്ളെങ്കിലും അത് ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ ജീവിക്കണം. സ്വത്രം അതിനാ ദൈവം നിന്നെയും എന്നെയും ഭൂമിയിലാക്കി വെച്ചത്. സ്വത്രം കടഭാരം കയറി, രോഗം ബാധിച്ച്, സമാധാനം നഷ്ടപ്പെട്ട്, സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ മദ്യത്തിനും മയക്കുമരുന്നിനും നീ അടിമയായിട്ട്
ഒടുവിൽ അതിലും രക്ഷയില്ലാതെ പിന്നെ വിഷക്കുപ്പി തേടി ഓടുമ്പോൾ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയണ്ട, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. അവൻ്റെ സന്നിധിയിൽ വന്നിട്ട് അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ നീ തയ്യാറാകുമെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത ശുഭഭാവി സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. സ്വത്രം നോക്ക്, ശലോമോൻ സകല ജ്ഞാനവും പ്രാപിച്ചവൻ ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ യഹോവേ, ഞാൻ നേടിയതും ഞാൻ കണ്ടതും ഞാൻ ചെയ്തതുമെല്ലാം മായയാ. എന്നിട്ട് ലോകത്തോട് അവൻ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, വാർദ്ധക്യവും നരയും വരും. അന്ന് നീ കയറ്റത്തെ പേടിക്കും. അന്ന് രാത്രി വെളുക്കാൻ നീ നോക്കിയിരിക്കും. രാത്രി വെളുക്കുന്നതിന് മുമ്പ് വെളുത്തെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കും. തുള്ളനും നരയും ഒക്കെ നിൻ്റെ തലയിലൂടെ കയറി ഇറങ്ങും. അപ്പോൾ കുഞ്ഞെ, നീ നിൻ്റെ ജീവിതത്തെ ഓർത്ത് നിരാശപ്പെടാതെ ഇരിക്കണമെങ്കിൽ യൗവനകാലത്ത്, നിനക്കാവതുള്ള കാലത്ത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ. സ്വത്രജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ തോറ്റവനായിട്ട് അവൻ ജയിക്കുവാൻ നമ്മളോട് പറയുന്ന വാക്കാണ് ദൈവഭയമുള്ളവനായി ജീവിക്കാൻ. അങ്ങനെയെങ്കിൽ ശലോമോൻ്റെ ജ്ഞാനം നമ്മിലേക്ക് വരേണ്ടതിന് ദൈവത്തിൽ ആശ്രയിച്ചാൽ കഴിയും. അത് ദൈവം നമുക്ക് തരും. ഒരു പക്ഷേ നമുക്ക് പറയാം, സ്വത്രം ശലോമോൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചാൽ ദൈവം അവന് നീതി കൊടുക്കില്ലയോ? സ്വത്രം, കാരണം ദൈവത്തിൻ്റെ നീതിയുടെ സ്വത്രം ഉത്തുംഗ ശൃംഗത്ത് നിൽക്കുന്ന, ദൈവത്തിൻ്റെ നീതിയെ അതുപോലെ ഘോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. സ്വത്രം, ദാവീദ് പറഞ്ഞ വാക്ക് സ്വർഗം അതുപോലെ കുറിച്ചിട്ട്, എനിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, നിൻ്റെ ആലയത്തിൽ വസിക്കണം. സ്വത്രം, നിന്നോടുകൂടെ വസിക്കണം, നിൻ്റെ ഇഷ്ടം ചെയ്യണം. സ്വത്രം, സ്വർഗം അത് അംഗീകരിച്ച് തൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് ദാവീദിനെ അംഗീകരിച്ചെങ്കിൽ ആ ദാവീദ് പറഞ്ഞാൽ സ്വർഗം കേൾക്കുകയില്ലയോ? തൻ്റെ മകനു വേണ്ടി യാചിച്ചാൽ സ്വർഗം കേൾക്കുകയില്ലയോ? സ്വത്രം, സ്വർഗം കേൾക്കാതെ ഇരിക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാമോ? അവന് തിരിച്ചറിവും ബോധവും ഇല്ലാതിരിക്കണം. സ്വത്രം, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഇത് സകല ജ്ഞാനവും പ്രാപിച്ച, സകല തത്വസംഹിതകളും അരക്കി കലക്കി കുടിച്ച, പഞ്ചഗ്രന്ഥം കാണാതെ പഠിച്ച, ജ്ഞാനം പ്രാപിച്ച ശലോമോൻ സ്വത്രം ഇനി താണിട്ട് കാര്യമില്ല, ഇനി മറ്റുള്ളവരുടെ സഹായം തേടിയിട്ട് കാര്യമില്ല. സ്വയം തന്നെ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് തെറ്റു പറ്റിയെന്ന് പറഞ്ഞ് ആ തെറ്റിനെ തിരുത്തി ദൈവസന്നിധിയിൽ നിൽപ്പാൻ തയ്യാറായാൽ സ്വത്രം ശലോമോന്റെ പാപത്തെയും സ്വർഗം ക്ഷമിക്കുമായിരുന്നു. പക്ഷേ സ്വർഗം അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സിലായി, എൻ്റെ അപ്പൻ സേവിച്ച ദൈവത്തിൽ നിന്ന് അകന്ന് അപ്പൻ്റെ ദൈവത്തിന് വിരോധമായി ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്ന്. സ്തോത്രം. പണമില്ലാഞ്ഞിട്ടല്ല, ആൾബലമില്ലാഞ്ഞിട്ടല്ല, മറ്റ് രാജ്യക്കാർ തനിക്ക് സഹായമില്ലാഞ്ഞിട്ടല്ല, തൻ്റെ സമ്പത്ത് ഇന്നുവരെയും ലോകം കണ്ടൽ ഏറ്റവും വലിയ സമ്പത്തുള്ളവനായിരുന്നു സ്വത്രം ശലോമോൻ. ലോകം കണ്ടൽ ഏറ്റവും വെച്ച ബുദ്ധിമാനായിരുന്നു ശലോമോൻ. ലോകം കണ്ടൽ ഏറ്റവും വെച്ച പ്രൗഢിയും പ്രതാപവും ആൾശേഷിയും ആൾബലവും ഒക്കെ ഉള്ളായിരുന്ന വ്യക്തിയായിരുന്നു ശലോമോൻ. ആ ശലോമോൻ പറയുക, അയ്യോ, കാണുന്നതെല്ലാം മായയാ, ഞാൻ കണ്ടതെല്ലാം വ്യർത്ഥമാണ്, അയ്യോ, ഞാൻ നേടിയതെല്ലാം ശൂന്യമാണ്, എൻ്റെ ദൈവത്തെ കൂടാതെ ഞാൻ കണ്ടതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധി കരയുമ്പോൾ ശപിക്കപ്പെട്ട അവന് ഒരു ശാപമോക്ഷം കൊടുത്ത എന്താണെന്നറിയാമോ? നിന്റെ കാലത്ത് ആരും നിന്റെ മേൽ വാഴാൻ വരത്തില്ല, എന്നാൽ നിന്റെ കാലം കഴിയുമ്പോൾ നിന്റെ രാജ്യത്വം മറ്റൊരുത്തന് ഞാൻ കൊടുക്കും. കുഞ്ഞെ, നിന്നെ വിളിച്ചത് സ്വത്രം ദൈവത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുവാനാ. നിന്നെ വിളിച്ചത് ദൈവരാജ്യത്തിൻ്റെ നീതിക്ക് വേണ്ടി ദേശത്ത് നിൽക്കാനാ. നിന്നെ വിളിച്ചത് കരഞ്ഞു വിലപിച്ചു നടക്കാനല്ല, നിന്റെ കണ്ണുനീര് തുടച്ച് നിന്നെ മാനിക്കാനാ. കരയുന്നവൻ്റെ കണ്ണുനീര് നിന്റെ കരത്തിലൂടെ തുടയ്ക്കാനാ. വിശക്കുന്നവന് നിന്റെ കരം കൊണ്ട് ആഹാരം കൊടുക്കാനാ. സ്വത്രം.
ദാഹിക്കുന്നവന് നിന്റെ കരത്തു നിന്ന് വെള്ളം കൊടുത്തവൻ്റെ ദാഹമടക്കാനാ കർത്താവ് നിന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇല്ലായ്മകളെ മാറ്റി നിന്നെ സ്വർഗം നിറയ്ക്കുമ്പോൾ തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞ നീതി വെളിപ്പെടുത്താൻ നീ തയ്യാറാകുമെങ്കിൽ കുറഞ്ഞു പോവത്തില്ല കുഞ്ഞെ. കുറയുന്ന ഇടത്ത് നല്ല സ്വർഗം നിനക്ക് നിറച്ച് തന്നത് വീണ്ടും വീണ്ടും നിറയുന്ന സ്വർഗീയ കലവറയിൽ നിന്ന് നിനക്ക് സ്വർഗം തന്നത് ഒന്നുകൂടി ചേർത്ത് പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഹോസ്പിറ്റലിൽ പോയി സ്വത്രം ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ നിന്റെ മൂക്കിനകത്ത് വെച്ച് ഒരു അരമണിക്കൂർ നീ ശ്വസിച്ചാൽ 15,000 രൂപ 20,000 രൂപ നിനക്ക് ബില്ല് വരും. പക്ഷെ നിന്റെ ആയുഷ്കാലം ഇത്ര നാളുവരെയും നീ ശ്വസിച്ച ജീവന്റെ വിലയൊന്ന് കണക്ക് കൂട്ടിയാൽ നീ എത്ര കോടി ദൈവത്തിന് കൊടുത്താൽ പറ്റും? കുഞ്ഞെ, ദീർഘക്ഷമയും മഹാദയുള്ള ദൈവം നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക് കണക്കിടാതെ നിന്നെ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് സ്വത്രം ദൈവഹിതമല്ലാത്ത പ്രവർത്തി ചെയ്ത് സന്തോഷിക്കാനല്ല, മടങ്ങി വന്ന് ദൈവ ഇഷ്ടം നിന്നിൽ നിവർത്തിക്കപ്പെടുന്ന ദീർഘക്ഷമ കാണിക്കുക ദൈവം. ചിലർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു താന്ന്. സ്വത്രം ദൈവമുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെന്ന്. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തെ കാണും. ഇനി ദൈവത്തിൻ്റെ സന്നിധി മുഷ്ടി ചുരുട്ടിക്കൊണ്ടുവന്ന ദൈവം മുഷ്ടി ഒടിച്ചു കളയും. സ്വത്രം. വലിയ വലിയ ബലശാലികൾ, വലിയ വലിയ ഘനശാലികൾ, ഞാൻ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ വീമ്പിളക്കി നടക്കിയ വലിയ വലിയ വ്യക്തിത്വങ്ങൾ, വലിയ വലിയ നേതാക്കന്മാർ, വലിയ വലിയ ചിന്തകന്മാർ, വലിയ വലിയ ഘനശാലികൾ, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, രാജ്യ തലവന്മാർ എല്ലാം കൂപ്പുകുത്തി. അവിടെ ആദർശങ്ങളും തീർന്നു. എന്നാൽ ഇന്നും യേശു പറഞ്ഞ സുവിശേഷം അനേകായിരങ്ങളെ മാറ്റി നരഭോജികളെ നരസ്നേഹികളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, കുഞ്ഞെ, നീ സേവിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരും നിന്ദിച്ചവരും ഒറ്റപ്പെടുത്തിയവരും തള്ളിപ്പറഞ്ഞവരും എല്ലാം നിന്നോടുകൂടെ ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയും. ഒരു വാക്ക് കൂടി വായിക്കാം. തോറ്റുപോയ ശലോമോനെ കണ്ടിട്ടല്ല സ്വത്രം നീ ജീവിക്കേണ്ടത്, പിന്നെയോ ജയിച്ചു വന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. സ്വത്രം. എല്ലാം നഷ്ടമായി, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും ഇല്ലാതായി, എല്ലാ വഴിയും ജീവിതത്തിൽ അടഞ്ഞു. സ്വത്രം. ഇനിയൊരു മുൻപോട്ട് ഒരു ശുഭയാത്ര ഇല്ല എന്ന് സ്വത്രം. നോക്കൂ, രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു അമ്മച്ചി നവോമി രൂത്തിനോട് പറയുമ്പോൾ 1-ാം അധ്യായം വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. സ്വത്രം. അമ്മച്ചി പറയും, മക്കളെ, ഇനി ജീവിതത്തിൽ രക്ഷയില്ല, എല്ലാ വഴികളും അടഞ്ഞു മോളെ, ഇനി മുൻപോട്ട് ശുഭയാത്രയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നീ നിൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരികെ പോകുക. സ്വത്രം. നോക്കി, എവിടെ നോക്കിയാലും ഒരു ചെറിയൊരു തകർച്ച വരുമ്പോൾ, ചെറിയൊരു കഷ്ടം വരുമ്പോൾ, ചെറിയൊരു നഷ്ടം വരുമ്പോൾ നോക്ക്, ലോകത്തിലേക്ക് അങ്ങ് പോവുക. പിന്നെയോ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് തൻ്റെ സങ്കടങ്ങളെ ഉണർത്തുവാൻ പലപ്പോഴും മനുഷ്യൻ തയ്യാറാകുന്നില്ല. ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, ലോകം ഇന്നലെ തന്നത് നിനക്ക് കണ്ണുനീരാണെങ്കിൽ പിന്നെ എന്തിനാ കുഞ്ഞെ വീണ്ടും വീണ്ടും നീ ലോകത്തിലേക്ക് പോകുന്നത്? കണ്ണുനീര് മാറ്റാമെന്ന് പറഞ്ഞ യേശുവിൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് വന്നു നോക്ക്. നിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി അവൻ നിൻ്റെ കൂടെ നിൽക്കും. സ്വത്രം. നോക്ക്, നവോമി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാണ്. സ്വത്രം. ദൈവത്തിൻ്റെ പൈതലാണ്. സ്വത്രം. ദൈവരാജ്യത്തിൻ്റെ അവകാശിയാണ് ആ അമ്മച്ചി. നോക്ക്, ജാതീയ പെൺകൊച്ചായ രൂത്തിനോട് പറയാം, മക്കളെ, ഇനി രക്ഷയില്ല, എൻ്റെ ജീവിതം തീർന്നു. എന്നോട് കൂടെ നിൻ്റെ ജീവിതം തീരാതെ ഇരിക്കണമെങ്കിൽ മടങ്ങി നീ പഴയതിലേക്ക്, നിൻ്റെ
അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക. ഇന്ന് രാത്രികാലം പറയട്ടെ കുഞ്ഞെ, നിന്നെയും എന്നെയും കണ്ടുവേണം അനേകർ ദൈവത്തിങ്കിലേക്ക് വരാൻ. നിൻ്റെയും എൻ്റെയും വിശ്വാസം കണ്ടിട്ട് വേണം അനേകർ ദൈവത്തിങ്കിലേക്ക് വരുവാൻ. നിൻ്റെ പ്രാർത്ഥന കേട്ട് വേണം അനേകർ നിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ വരുവാൻ. നിൻ്റെ കണ്ണുനീര് മാറുന്ന കണ്ടുവേണം കണ്ണുനീരോടെ ചിലർ വന്ന് നിന്നിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാൻ. എന്നാൽ നീയോ അവരെ പിന്തിരിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നിരാശപ്പെടുത്തി മടക്കി അയക്കാതെ കരയണ്ട എന്ന് പറഞ്ഞ് എൻ്റെ യേശു കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കണ്ണുനീർ നീ തുടച്ചാൽ നിൻ്റെ കണ്ണുനീർ സ്വർഗം തുടയ്ക്കും. അവരുടെ കണ്ണുനീർ നീ തുടച്ചാൽ നിൻ്റെ കണ്ണുനീർ സ്വർഗം തുടയ്ക്കും. ഈ നല്ല രാത്രികാലം പറയട്ടെ, നമുക്ക് ജാതീയ പെങ്കൊച്ച് സ്വത്രം നവോമിയോട് പറയുന്നൊരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. അമ്മച്ചി, കഴിഞ്ഞ ഇന്നലകളിൽ ഞാൻ ജീവിച്ചത് മറ്റൊരു ലോകത്തായിരുന്നു. അവിടെ ജീവനില്ലാത്ത കുറേ ബിംബങ്ങളെ ആരാധിച്ച് പോരുന്നവളാ ഞാൻ. എന്നാൽ എന്ന് നിൻ്റെ മരുമകളായി നിൻ്റെ മകൻ്റെ ഭാര്യയായി ഞാൻ ഈ വീട്ടിൽ കടന്നു വന്നു, അന്ന് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്ക്, ആ ജാതീയ പെങ്കൊച്ച് വീട്ടിൽ വന്ന് ആരും പറഞ്ഞു കൊടുത്തതല്ല. പിന്നെയോ അവർ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അവൾ കണ്ടു. അവൾക്ക് മനസ്സിലായി ഈ ദൈവം സാധാരണ ദൈവമല്ല, ഒരസാധാരണ ദൈവമാണ്. അന്നു മുതൽ ആ അസാധാരണ ദൈവത്തെ തൻ്റെ ദൈവമായി അവൾ സ്വീകരിച്ചു. സ്വത്രം. അതുകൊണ്ട് അവൾക്ക് ആ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു വന്നു. കഷ്ടം വന്നപ്പോൾ അവിടെ വിശ്വാസം കുറഞ്ഞില്ല, നഷ്ടം വന്നപ്പോൾ അവിടെ വിശ്വാസം കുറഞ്ഞില്ല, ഒറ്റപ്പെട്ടപ്പോൾ അവിടെ വിശ്വാസം കുറഞ്ഞില്ല. കാരണം അവൾക്കറിയാം എൻ്റെ അമ്മാവിയമ്മയുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. സ്വത്രം. കൊണ്ടുവച്ചെടുത്തിരിക്കുന്ന തുണ്ടക്കല്ലുകളല്ല കുഞ്ഞെ, ഞാനിവിടെ എത്തുന്ന എൻ്റെ യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് സ്വർഗോരതങ്ങളിൽ പോയിട്ട് നിന്നെ സ്വർഗത്തുനിന്ന് സകല നന്മകളും തന്നും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാ. ആ ദൈവത്തെ ഈ രാത്രികാലം ഞാൻ ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയും എന്നെ ജീവനോടെ ഭൂതലത്തിൽ പാർപ്പിച്ച, എനിക്ക് കഴിപ്പാൻ ആഹാരം തന്ന, ഉടുപ്പാൻ വസ്ത്രം തന്ന, എനിക്ക് നന്മകൾ തന്ന എൻ്റെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പലപ്പോഴും എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ കിടക്കും, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചോദിച്ച സാഹചര്യങ്ങൾ, അപ്പനും അമ്മയും കൂടപ്പറപ്പുകളും ഒറ്റപ്പെടുത്തിയപ്പോൾ, തള്ളിപ്പറഞ്ഞപ്പോൾ, സ്നേഹിതർ പഴിച്ചപ്പോൾ, ദുഷിച്ചപ്പോൾ, കൂടപ്പറപ്പുകൾ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ തനിച്ചല്ലെന്ന് എന്നോട് പറഞ്ഞൊരു യേശു എന്നെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം എനിക്ക് പറയാൻ കഴിയും, നിന്നോട് കൂടെ ദൈവമുള്ളിടത്തോളം കാലം കുഞ്ഞെ നീ തോറ്റു പോകത്തില്ല. തോൽക്കുമെന്ന് പിശാച് പറയും, നീ ജയിക്കത്തില്ലെന്ന് പിശാച് പറയും. പക്ഷേ നിന്നെ കൈപിടിച്ച് ഉയർത്താമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരത്തിൽ നീ മുറുകെ പിടിച്ചാലുണ്ടല്ലോ, നീ മാത്രമല്ല നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞുങ്ങളും ഉയർത്തപ്പെടും. അതിനെ തടുക്കുവാൻ, അതിനെ തകർക്കുവാൻ ഒരു വ്യക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും നിനക്കെതിരെ, നിന്റെ സന്തതിക്കെതിരെ, നിന്റെ വിശ്വാസത്തിനെതിരെ ചോദ്യം ചെയ്ത് എഴുന്നേറ്റ് വന്നാൽ സ്വർഗം അവരെ കൈകാര്യം ചെയ്യാതെ വിടത്തില്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കണം. നോക്ക്, എല്ലാം നഷ്ടപ്പെട്ട രൂത്ത് അമ്മച്ചിയോട് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. സ്വത്രം. അമ്മച്ചി പറഞ്ഞ അസാധ്യമെന്ന് പറയുന്ന വാക്കെനിക്ക് കേൾക്കണ്ട. സ്വത്രം. അമ്മച്ചി പറഞ്ഞ നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും വാക്കെനിക്ക് കേൾക്കണ്ട. എനിക്ക് അമ്മച്ചിയോട് ഒന്ന് പറയാനുണ്ട്, അമ്മച്ചിയുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ. സ്വത്രം. നിന്റെ വിശ്വാസം മങ്ങിപ്പോകാം, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമുണ്ടാകത്തില്ല, അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞെങ്കിൽ അവൻ നിന്നെ ഉയർത്തിയിരിക്കും. നിന്നെ തകർക്കാൻ വേണ്ടി ശത്രുവിൻ്റെ തല തകർക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ശത്രുവിൻ്റെ തല സ്വർഗം തകർത്തിരിക്കും. നിന്റെ തലമുറയെ മാനിക്കാമെന്ന് സ്വർഗം നിന്നോട് പറഞ്ഞു നീ കേട്ടെങ്കിൽ നിന്റെ തലമുറ മാനിക്കപ്പെട്ടിരിക്കും. നിന്റെ കുടുംബത്തെ ദേശത്തിൻ്റെ മധ്യത്തിൽ ഉയർത്താമെന്ന് പറഞ്ഞെങ്കിൽ ലോകത്തിൽ ആരെല്ലാം നിനക്കെതിരെ നിന്റെ കുടുംബത്തിൻ്റെ വാട കോരിയാലും അവരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ നിന്നെ ഉയർത്തും. പക്ഷേ വിശ്വാസം പൂർണ്ണമായും ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലുമായിരിക്കണം. നമ്മുടെയൊക്കെ വിശ്വാസം കൂടുതലും
പണത്തിലും സ്ഥാനത്തിലും മാനത്തിലും പദവിയിലും ലോക സ്നേഹത്തിലുമാണ്. കുഞ്ഞെ, അതെല്ലാം നിന്നെ കൊണ്ട് എവിടെ എത്തിക്കുന്നറിയാമോ? ആ ഒരു വലിയ കണ്ണുനീരിൻ്റെ താഴ്വാരത്തിൽ കൊണ്ടെത്തിക്കും. സ്വത്രം. അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പറയാം, ചുമ്മാതിരി പാസ്റ്റർ ഞങ്ങളെ ഇളക്കാൻ വേണ്ടി പറയുകയാണെന്ന്. ഇല്ല കുഞ്ഞെ, ലോകത്തിൽ 10-50 വർഷം ഞാൻ കണ്ടതാ. സ്വത്രം. കൂടെ നിന്നവർ, കൂട്ടുനിന്നവർ, കൂടെ വന്നവർ എല്ലാം തള്ളി മാറ്റി ഒറ്റപ്പെടുത്തി ജാതിയുടെയും മതത്തിൻ്റെ നിറത്തിൻ്റെയും പണത്തിൻ്റെയും സഭയുടെയും സംഘടനയുടെയും ഗ്രൂപ്പിൻ്റെയും പേരിൽ വാദിച്ചെഴുന്നേറ്റ് വന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു? വിശ്വാസത്തിൻ്റെ പ്രമാണത്തെ പോലും പല നിലയിൽ മാറ്റിമറിച്ച അനേക അഭിഷക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സഭയുടെ പേര് പറഞ്ഞു, സംഘടനയുടെ പേര് പറഞ്ഞു, ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ തല്ലിപ്പിരിച്ച് മുൻപോട്ട് പോകുന്ന ഒരുപാട് അഭിഷക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പറയട്ടെ, സഭ നോക്കിയോ, സംഘടന നോക്കിയോ, ഗ്രൂപ്പ് നോക്കിയോ, മതം നോക്കിയോ, പണം നോക്കിയോ അല്ല ഞാൻ യേശുവിനെ പിൻപറ്റിയത്. സ്വത്രം. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു എന്നെ ഉയർത്തുവാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എന്നെ ഉയർത്തി. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നുവോ അത് കേട്ടനുസരിക്ക്. അത് പ്രകാരം നീ യാത്ര ചെയ്താൽ നീ തോറ്റു പോകത്തില്ല. ആരൊക്കെ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നീ തോൽക്കുമെന്ന് പറഞ്ഞാലും, അവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി അവൻ മേശ ഒരുക്കും. നിന്റെ തല ഉയർത്തി മാനിക്കും. നോക്ക്, എല്ലാ നിലയിലും തോറ്റുപോയെന്ന് നവോമി രൂത്തിനോട് പറയുമ്പോൾ രൂത്ത് പറയുന്ന വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ഇല്ലമ്മച്ചി, മരണത്താലല്ലാതെ നിന്നെയും നിന്റെ ദൈവത്തെയും ഞാൻ വിട്ടുപിരിയത്തില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് ഞാൻ അനുഭവിക്കാൻ കടപ്പെട്ടവളാ. ഞാൻ നിന്നോട് കൂടെ വരികയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, ആരും ഒരു പക്ഷേ ഈ സമയത്ത് സഹായിക്കാൻ വരത്തില്ല. എല്ലാവരും കുറ്റമേ പറയത്തുള്ളൂ. സ്വത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? അമ്മച്ചി പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഓർപ്പ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് നല്ലൊരു ചുംബനവും കൊടുത്ത് വീട്ടിലേക്ക് അങ്ങ് പോയി. സ്വത്രം. അവൾ പോകുന്ന കണ്ടപ്പോഴാണ് തിരിഞ്ഞ് നവോമി രൂത്തിനോട് ചോദിക്കുന്നത്, നിന്റെ കൂടപ്പുറപ്പ് പോയില്ലേ, നീ എന്താ പോകാത്തേന്ന്. സ്വത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, നീ ഇറങ്ങി തിരിച്ച സമയത്ത് നിന്നോടുകൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. സ്വത്രം. എനിക്കും പറയാൻ കഴിയും, എന്നെ കൈപിടിച്ച് കൊണ്ടുപോകാൻ, എൻ്റെ കൂടെ വരുവാൻ, എൻ്റെ പാട്ട് കേൾക്കുവാൻ, എൻ്റെ പ്രസംഗം കേൾക്കുവാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് തലവണക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. സ്വത്രം. പക്ഷേ അവരാരും ഇന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവം എന്നെ നിർത്തിയത്, ഞാൻ അവരെയല്ല നോക്കിയത്. സ്വത്രം. എന്നെ ഞാനാക്കി തീർത്ത ദൈവത്തെയാണ് നോക്കിയത്. സ്വത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, മനുഷ്യരെ നോക്കിയാൽ കുഞ്ഞെ നീ ജയിക്കത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ തോറ്റുപോകത്തുമില്ല. സ്വത്രം. നോക്ക്, രൂത്ത് പറഞ്ഞ വാക്ക് കേട്ട് നവോമി രൂത്തിനെ കൊണ്ട് മോവാബ് ദേശത്തേക്ക് നടക്കുവാൻ തുടങ്ങി. സ്വത്രം. അധിക ദൂരം നടന്നു. സ്വത്രം. യവക്കൊയ്ത്തിൻ്റെ കാലമായതുകൊണ്ട് സ്വത്രം അവർക്ക് കഴിപ്പാൻ ആ വയലിൽ നിന്ന് ആഹാരം ലഭിച്ചു. സ്വത്രം. നവോമി പറയുന്നൊരു വാക്കുണ്ട്, മക്കളെ, ജീവിതത്തിൽ മുൻപോട്ട് പോകത്തില്ലെന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് നീ എന്നെ പൊറ്റിപ്പുറത്തിടന്ന് നീ ആ വയലിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന കറ്റ എത്രയോ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ സ്വർഗത്തിലും അടങ്ങിയിരുന്നില്ല. മൈലുകൾ താണ്ടി നവോമിയുടെ ദൈവത്തിൽ ആശ്രയിച്ചു വന്ന രൂത്തിനെ സ്വർഗമോർത്തെങ്കിൽ ഈ രാത്രിയിൽ കുഞ്ഞെ, ലോകം പറഞ്ഞത് കേൾക്കാതെ, സഭകൾ പറഞ്ഞത് കേൾക്കാതെ, സംഘടന പറഞ്ഞ് കേൾക്കാതെ, മനുഷ്യൻ പറഞ്ഞത് കേൾക്കാതെ, യേശുവിൻ്റെ വചനം പറയുന്ന, വിശുദ്ധ ബൈബിൾ പറയുന്ന വചനം കേട്ട് അനുസരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന നിന്നെ സ്വർഗം മാനിക്കാതെ വിടത്തില്ല. നിന്നെ ഉയർത്താതെ സ്വർഗം വിടത്തില്ല. നിന്റെ തലമുറയെ അനുഗ്രഹിക്കാതെ എൻ്റെ ദൈവം മാറിപ്പോകത്തില്ല. നിന്റെ രോഗത്തെ സൗഖ്യമാക്കാതെ എൻ്റെ കർത്താവ് അകന്നു പോകത്തില്ല. വിശ്വസിക്കു കുഞ്ഞെ, ലോകത്തുള്ള നന്മയേക്കാൾ ദൈവത്തിൻ്റെ മഹത്വം വലിയതെന്ന് നീ എണ്ണുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ഒന്നും ജീവിതത്തിൽ നേടിയില്ലെങ്കിലും സമാധാനവും സന്തോഷവും സൗഖ്യവും നേടാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട, നിന്നെപ്പോലെ ഭാഗ്യം ചെയ്ത മറ്റൊരു വ്യക്തിയില്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം. മനുഷ്യൻ്റെ സംരക്ഷണം ദൈവത്തെ കൂടാതെ ആണെങ്കിൽ, മനുഷ്യനെ സൂക്ഷിക്കുന്നത് ദൈവമല്ലെങ്കിൽ നീ കരയും, നീ വേദനപ്പെടും, നീ നിരാശപ്പെടും, നീ അയ്യം വിളിക്കും. സ്വത്രം. അതെത്ര കോടി ഉണ്ടായാലും, സ്വത്രം, അതെത്ര ജീവിത സാഹചര്യം മെച്ചപ്പെട്ടാലും,
ആരൊക്കെ നിന്നെ സഹായിക്കാനുണ്ടായാലും, നിൻ്റെ വീട്ടിൽ 10 പാസ്റ്റർമാരുണ്ടായാലും, നിൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായാലും, സ്വത്രം, ദൈവം നിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ, ചുറ്റും നിന്നെ പ്രാർത്ഥിച്ച് നിന്നെ അങ്ങ് ദൈവത്തിങ്കിലേക്ക് കൊണ്ടെത്തിക്കാമെന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാലും ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ തോറ്റുപോകും കുഞ്ഞേ. നീ അധ്വാനിച്ച് നേടിയതൊന്നും നിനക്ക് തിന്നാനും ഭാഗ്യമുണ്ടാവത്തില്ല. നഷ്ടങ്ങളും കഷ്ടങ്ങളും കണ്ടിട്ട് ഭയപ്പെടാതെ, ഒറ്റപ്പെടൽ ഭയപ്പെടാതെ, നിന്ന ഭയപ്പെടാതെ, പരിഹാസം ഭയപ്പെടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ രൂത്തിന് പറയാൻ കഴിയും, എൻ്റെ കൊച്ചുമോന നിൻ്റെ രക്ഷകനെന്ന്. സ്വത്രം. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞെ, നീ പറയണം, എൻ്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഞാനൊരു അനുഗ്രഹമായി. എൻ്റെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളെ ഉയർത്തി. കുഞ്ഞെ, ഉയർത്തുന്ന ദൈവം താഴ്ത്തുകയില്ല. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പിശാച് പിന്നെ നിന്നെ താഴ്ത്തും. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അങ്ങനെയാണെങ്കിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് അതുപ്രകാരം നീ യാത്ര ചെയ്യണം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നമുക്ക് വായിക്കാം. സ്തോത്രം. സങ്കീർത്തനം 128 1, 2, 3. സ്തോത്രം. നോക്ക്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് നീ യാത്ര ചെയ്താൽ നീ മാത്രമല്ല, നിൻ്റെ കൂട്ടാളി മാത്രമല്ല, നിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ കൂടപ്പുറപ്പുകൾ, നിൻ്റെ അയൽവാസികൾ നീ മൂലം ഒരു അനുഗ്രഹമായി തീരും. സ്തോത്രം. അതിനാ കർത്താവ് നിന്നെ വിളിച്ചത് കരഞ്ഞും വിലപിച്ചും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കരം നീട്ടി നടക്കാനല്ല. സ്തോത്രം. സ്വർഗീയ നന്മ പ്രാപിച്ചുകൊണ്ട് ഇതാ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ധാരാളം നന്മയുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ രോഗത്തിന് സൗഖ്യമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ കടഭാരത്തിന് വിടുതലുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ കണ്ണുനീരിന് മാറ്റമുണ്ടെന്ന് പറയാനാ സ്വർഗം നിന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നിൻ്റെ കണ്ണുനീര് മാറണം, ആദ്യം നിൻ്റെ കഷ്ടത മാറണം, ആദ്യം നിൻ്റെ രോഗം മാറണം, ആദ്യം നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അങ്ങനെ പരിഹാരം ലഭിക്കാൻ എവിടെയാണ് ഇടമുള്ളത് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. വചനം പറഞ്ഞ് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ വിടുതൽ പ്രാപിക്കും, നീ നന്മ കാണും, നീ ഉയർച്ച പ്രാപിക്കും. സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് വായിക്കാം. സ്തോത്രം. സങ്കീർത്തനം 128 1. സ്തോത്രം. സ്തോത്രം. ലോകത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും നീ ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. മറ്റെല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും നീ ദൈവത്തെ ഭയമുള്ളവനായിരിക്കണം. സ്തോത്രം. എന്നിട്ട് അടുത്തത് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ വചനം? ദൈവം സ്നേഹമാകുന്നു. കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ആ സ്നേഹം എന്തിനൊക്കെ ഉപകരിക്കുമെന്നും എന്തിനൊക്കെ ഉപകരിക്കത്തില്ല എന്നും പറയുന്നു. അത് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. സ്വത്രം. ഓക്കെ. ആ സ്നേഹം നിൻ്റെ അകത്തുണ്ടായിരിക്കണം. യേശുവിൻ്റെ പൈതലാണ് നീയെങ്കിൽ നിൻ്റെ മുഖം വാടരുത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ മുഖം തേജസ് പോലെ വിളങ്ങേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ കൂടെ ഇരിക്കും. ഇത് നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പലരും അയ്യോ കഷ്ടം, അയ്യോ പാപം, അയ്യോ കഷ്ടം. നല്ല കാര്യമാണ്. സ്വത്രം. നോക്ക്, കടിച്ചികറാൻ തരുന്ന ചെന്നായെ പോലെ ഇരിക്കാതെ കുഞ്ഞാടിനെ പോലെ ഇരിക്കുന്നത് നല്ലതാ. പക്ഷേ അകത്ത് ദൈവസ്നേഹമില്ലെങ്കിൽ നീ തല കുനിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. സ്വത്രം. മിണ്ടാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. സ്വത്രം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വചനം പറയുന്ന വഴിയിൽ നീ നടക്കണം. അങ്ങനെ നടന്നാൽ സ്വത്രം നിൻ്റെ കൈകളുടെ അധ്വാന ഫലം, നീ വിയർപ്പൊഴുക്കി രാവിലെ മുതൽ മണ്ണിനോട് മല്ലിട്ട് നീ ഓഫീസിൽ പോയിരുന്ന് കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്ത് വഴിത്തലക്കൽ പോയിരുന്ന് ബിസിനസ് ചെയ്ത് നീ കൊണ്ടുവരുന്ന നന്മ സ്വത്രം ലോകം കൊണ്ടുപോകത്തില്ല. സ്വത്രം. പലിശക്കാർ കൊണ്ടുപോകത്തില്ല, വൈദ്യന്മാർ കൊണ്ടുപോകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും.
സ്തോത്രം. നിനക്ക് തിന്നാൻ പറ്റുന്നില്ലെങ്കിൽ നീ ആരല്ലെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്ന ആളല്ല, ദൈവവചനം അനുസരിക്കുന്ന ആളല്ല, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ആ വചനപ്രകാരം നീ ജീവിക്കുന്നില്ല. അതുകൊണ്ടാണ് നീ കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം ആസ്പത്രിയിലും പലിശക്കാർക്കും ബാങ്കിലും കൊടുത്തിട്ട് നിരാശയോടെ വീട്ടിൽ വരേണ്ടി വരുന്നത്. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, അങ്ങനെ നിൻ്റെ അധ്വാന ഫലം കവർന്നു കൊണ്ടുപോകുന്ന പിശാചിനെ ജയിക്കണമെങ്കിൽ മഹത്വം ദൈവത്തിന് കൊടുക്കണം. സ്വത്രം. അങ്ങനെയെങ്കിൽ സ്വത്രം വീടിനകത്ത് എന്തുണ്ടാവണമെന്നറിയാമോ? പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉണ്ടാവണം. സ്വത്രം. അതിന് നേതൃത്വം ആര് കൊടുക്കണമെന്നറിയാമോ? വീട്ടിലെ അപ്പച്ചൻ കൊടുക്കണം. അപ്പച്ചനോടുകൂടെ അമ്മച്ചി ചേർന്നിരിക്കണം. സ്വത്രം. അമ്മച്ചി ചേർന്നിരുന്നിട്ട് മക്കളെ ചേർത്ത് പിടിക്കണം. അങ്ങനെ കുടുംബമായി ദൈവത്തിന് മഹത്വം കൊടുത്താൽ നീതിമാൻ്റെ കൂടാരമായി മാറും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവത്തില്ല. ഇത് മക്കളൊരു വഴിക്ക്, അപ്പനൊരു വഴിക്ക്, അമ്മയൊരു വഴിക്ക്. മോൻ കഞ്ചാവാണെങ്കിൽ അപ്പൻ കള്ള്, അമ്മ ചീത്തവിളി. സ്വത്രം. ചുരുക്കം പറയാൻ മൂന്ന് വഴിക്കുക. സ്വത്രം. മോളുണ്ടെങ്കിൽ മൊബൈലിനകത്ത്. സ്വത്രം. പരസ്പരമൊന്ന് സംസാരിക്കുവാൻ, പരസ്പരമൊന്ന് ചേർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, തൻ്റെ കൂടപ്പിറപ്പുകൾ ചേർന്നൊന്ന് സന്തോഷിക്കുവാൻ സമയമില്ല. പിശാച് സകലരെയും തല്ലിപ്പിരിച്ചു. സ്വത്രം. ഇന്ന് പല ഭവനങ്ങളിലും പിശാച വസിക്കുന്നത്. ചില വീടുകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട്, യേശു ഈ വീടിൻ്റെ നായകൻ. സ്വത്രം. ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. സ്വത്രം. യേശു ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. എവിടെയാണെന്നറിയാമോ? കട്ടളമേൽ, വെളിയിൽ. സ്വത്രം. അകത്തോ? സ്വത്രം. നല്ല സീരിയല്. സ്വത്രം. അകത്തോ? നല്ല ആഷ്പുഷ്. സ്വത്രം. ബാക്കി ഒന്നും പറയുന്നില്ല. എന്നിട്ട് സ്വത്രം രാത്രികാലം അടിച്ച് വീലൂരി വരുന്ന അപ്പം പറയും, മത്തായി ഇതാ മലക്കുന്നു. സീരിയൽ തീർന്നാലും അമ്മച്ചിക്ക് ഓട്ടുവാകുന്നു, ഉറക്കം വന്നാലും അമ്മച്ചി മൊബൈൽ കുത്തു മറക്കത്തില്ല. മക്കളാണെങ്കിൽ കഥ കടച്ച് കയറിക്കഴിഞ്ഞപ്പോൾ തിന്നുന്നതും കുടിക്കുന്നതും കാര്യം പോലും അവർക്ക് ചിന്തയില്ല. സ്വത്രം. പിശാച് നിന്നെയും നിൻ്റെ തലമുറയെയും നിൻ്റെ കൂട്ടാളിയും തല്ലിപ്പിരിച്ച് നിൻ്റെ ഭവനത്തെ കുപ്പക്കുന്നാക്കി, ഒന്നും തിന്നാൻ കഴിയാതെ നിന്നെ രോഗിയാക്കി, നിൻ്റെ വീട്ടിനകത്ത് വെച്ച് വിളമ്പുന്ന ആഹാരം നിനക്ക് തിന്നാൻ കഴിയാതെ നാട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങൾ തിന്നുന്നെങ്കിൽ കുഞ്ഞെ എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വത്രം. ഇതെല്ലാം അനുഭവിക്കാൻ തന്ന ദൈവത്തിന് നീ കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കാതെ നിനക്ക് ബോധിച്ച വഴിയിൽ നിൻ്റെ ഇഷ്ടം പോലെ നീ യാത്ര ചെയ്യുന്നുകൊണ്ടാ. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സ്വത്രം. ഇസ്രായേലിൽ നിന്ന്, സ്വർഗോന്നതങ്ങളിൽ നിന്ന് നന്മ തരാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തെ ആരാധിച്ച് നിൻ്റെ മക്കളെ ദൈവഭയത്തിൽ വളർത്തിയെടുത്ത് സഭയ്ക്കും സംഘടനയ്ക്കും അതിനും അപ്പുറത്ത് ദൈവസ്നേഹത്തിൽ അവരെ ലോകക്കാരുടെ മുമ്പിൽ നിർത്താൻ ശ്രമിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ശലോമോൻ പറയുന്നുണ്ട്, സ്വത്രം. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി നിന്റെ തലമുറയുടെ പേര് പറയുമ്പോൾ അത് നിന്റെ പേരായി മാറ്റപ്പെടുമെന്ന്. കുഞ്ഞെ, നീ എത്ര വലിയ പ്രാസംഗികനായിരിക്കും, നീ വലിയ പാസ്റ്ററായിരിക്കും, നീ വലിയ സമൂഹത്തിൽ വലിയ മെച്ചപ്പെട്ട ആളെന്നൊരു പക്ഷേ നിനക്ക് തോന്നാം. പക്ഷേ ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവത്തെ കൂടാനുള്ള സ്ഥാനവും മാനവും അംഗീകാരവും പദവിയുണ്ടല്ലോ, നിന്നെ കൊണ്ട് എത്തിക്കുന്നത് ഉയർച്ചയിലേക്കായിരിക്കത്തില്ല, ഏറ്റവും വലിയ തകർച്ചയിലേക്കായിരിക്കും. സ്വത്രം. നല്ല മെർസിഡസ് ബെൻസുണ്ട്, നല്ല 2 നില വീടുണ്ട്. സ്വത്രം. അതിന് മുമ്പിൽ എല്ലാ ജീവിത സാഹചര്യങ്ങളുമുണ്ട്, യാത്ര ചെയ്യാൻ നല്ല വാഹനമുണ്ട്. സ്വത്രം. മക്കൾ പേർഷ്യയില, അമേരിക്കയില. മറ്റേ അച്ചായനൊന്നും തിന്നാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്രയും ഉയർത്തിയ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം മുഴുവനും ലോകത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ്. സ്വത്രം. എല്ലാം തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ആ ദൈവത്തിന് സന്നിധിയിൽ നിന്ന് മുഴങ്കാലും അടക്കി, തന്ന ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് ദൈവവചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്യാതെ നിനക്ക് ബോധിച്ച വഴി നീ പോകുന്നത് കൊണ്ടാണ് നിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്.
ലോകത്തിലെ രോഗം കടന്നു വന്നിട്ട് നീ ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ തളർന്നു പോകുന്നത്, ഇന്ന് രാത്രികാലം മടങ്ങി വാ. ദൈവത്തിന് മഹത്വം കൊടുക്ക്. സഭയുടെയും സംഘടനയും അതിരുകൾക്ക് അപ്പുറത്താ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. ഞാനെന്ന ഭാവം വിട്ടുതിരിയാൻ ശ്രമിക്ക്. ഞാൻ ഒന്നുമില്ലെന്ന് സ്വയം സമ്മതിച്ചിട്ട് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചൊന്ന് കരയാൻ തയ്യാറുണ്ടെങ്കിൽ സ്വർഗം ഇറങ്ങി വന്ന് നിന്നെ കണ്ണുനീരൊളിച്ച് നിന്നെ മാനിച്ചുയർത്തും. എൻ്റെ അപ്പൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. എന്താ അപ്പൻ